പനീർ ബട്ടർ മസാലയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ പീസായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. ഇത് അരച്ചെടുക്കുന്നത് കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സവാള ചേർത്ത് കൊടുക്കാം. ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ്. ഒരു 2 സവാളയുണ്ട്, മീഡിയം സൈസിലുള്ളത്. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലിട്ടിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പഴുത്ത തക്കാളി ചേർക്കുമ്പോൾ ഗ്രേവിക്ക് നല്ല കളർ ഉണ്ടാവും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 കാഷ്യൂനട്ട് ചേർക്കുന്നുണ്ട്. കാഷ്യൂനട്ടും അവരവരുടെ ഇഷ്ടത്തിൽ ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നല്ലപോലെ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് തണുത്ത ശേഷം അരച്ചിട്ടെടുക്കണം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം കൂടി പോകരുത്. അരച്ചെടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ അപ്പോൾ മാറി കിട്ടും. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയതാണ് ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ പീസ് പട്ടയും 3 ഏലക്കായും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല കളർ കിട്ടും കറിക്ക്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ ഈ സവാളയുടെയും ടൊമാറ്റോയുടെയും ഒക്കെ ആ പച്ച കുത്തൊക്കെ മാറി കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്, അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഇനി പനീർ ചേർത്ത് കൊടുക്കാം. ഒരു 200 ഗ്രാം പനീറിന്റെ ക്യൂബ്സ് ആണ് ചേർക്കുന്നത്.
ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പനീർ ഒരു 5 മിനിറ്റ് വേകേണ്ട ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ പനീർ നല്ല ഹാർഡായി പോകും. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പനീറൊക്കെ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം തേൻ ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്. ഇത് കൈകൊണ്ട് ഒന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ് കിട്ടിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം ചേർക്കണ്ടെന്നുള്ളവർക്ക് ചേർക്കാതിരിക്കാം. കാഷ്യൂ നട്ടൊക്കെ ചേർത്തതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിനി സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ബട്ടർ നാനിനൊപ്പമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഹംലൂസ് കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.